ശേഷവും നമ്മളെ വിദ്യാസമ്പന്നരാക്കിയ, നമ്മളെ വിദ്യയുടെ പടവുകൾ ചവിട്ടിക്കയറ്റിയ, നമ്മളാക്കി മാറ്റിയ നമ്മുടെ പൂർവ്വ അധ്യാപകന്മാരെ ഒരു നിമിഷം സ്മരിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഇവിടെ തിരശ്ശീല ഉയരുകയാണ്. അതിനുവേണ്ടി ഈ ഒരു സംവിധാനത്തിന്, ഈ ഒരു പരിപാടിക്ക് കാർമ്മികത്വം വഹിക്കാൻ വേണ്ടി മാനനീയ അധ്യക്ഷനുണ്ട്, അതുപോലെ സ്വാഗത ഭാഷകനുണ്ട്. അദ്ദേഹത്തിന്റെ സ്വാഗത ഭാഷണത്തിലേക്ക് വേണ്ടി ഞാൻ അവരെ ക്ഷമിക്കുന്നതോടൊപ്പം തന്നെ ഒരു മിനിറ്റ് എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ പൂർവ്വരായ അധ്യാപകന്മാരെ ഒരു നിമിഷം സ്മരിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് ഇന്നില്ലാതിരിക്കുന്ന, നമ്മളിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന അധ്യാപകന്മാരെ മനസ്സാ സ്മരാമി ചെയ്തുകൊണ്ട് അവരുടെ പാദസ്മരണങ്ങളിൽ, പാതാര ബിന്ദുക്കളിൽ നമ്മുടെ മനസ്സിനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു മിനിറ്റ് മൗനാചരണം ആരംഭിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. SSC 87 ഓർമ്മച്ചെപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുകയും ആ ഗ്രൂപ്പിന്റെ രൂപീകരണം നടന്നത് കഴിഞ്ഞ ജൂണിലാണ്. ജൂൺ മാസം 15-ാം തീയതിയാണ് SSC 87 ഗ്രൂപ്പിന് തുടക്കമിട്ടത്. തീർച്ചയായും വലിയ പിന്തുണ നമ്മുടെ സഹപാഠികളിൽ നിന്നും കിട്ടുകയും ഗ്രൂപ്പ് നന്നായി വളർന്ന് പന്തലിച്ച് നാടിൻ്റെ നാനാ പ്രദേശത്തുമുള്ള വിവിധ തൊഴിൽ മേഖലകളിലുള്ള, വിവിധ പ്രദേശത്തുള്ള ആളുകളെല്ലാം ആ ഒരു കുടക്കീഴിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ആളുകൾ ഇനി ഇവിടെ എത്തിച്ചേരും. കുറച്ച് ആളുകൾ, നമ്മുടെ കലാകാരികൾ മേക്കപ്പ് റൂമിൽ പരിപാടി അവതരിപ്പിക്കാൻ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഗ്രൂപ്പിന്റെ രൂപീകരണത്തിലൂടെ നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മൾ പിച്ച വെച്ച് നടന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും ആ കൂട്ടായ്മകൾ നമുക്ക് വളരെ സന്തോഷം നൽകുന്നവയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കൂട്ടായ്മകൾ സന്തോഷം നൽകുന്നില്ല എന്നല്ല, പക്ഷെ ഒരുപാട് ആത്മബന്ധമാണ്, അല്ലാത്ത സന്തോഷം ഉളവാക്കുന്നതാണ് ഇത്തരം കൂട്ടായ്മകൾ. അതുകൊണ്ട് ഈ കൂട്ടായ്മ നമുക്ക് എന്നും ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഒന്നാം സംഗമത്തിന് ശേഷം നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ വിവിധ പരിപാടികൾക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞു. സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. പാട്ട് മത്സരമായിട്ടും, റീൽസ് മത്സരമായിട്ടും, ക്ലാസ് ഗ്രൂപ്പിന്റെ സംഘവുമായിട്ടും, ക്ലാസ് ഗ്രൂപ്പിന്റെ യാത്രകളായിട്ടും, അതേപോലെ നിരവധി മത്സരങ്ങളും സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അഭിപ്രായ സംഘർഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വീണ്ടും നമ്മൾ അതാണ് കൂട്ടിച്ചേർന്ന് കാണുന്നുണ്ട്. അതാണ് ഈ കൂട്ടായ്മയുടെ ഏറ്റവും പ്രാധാന്യം തന്നെ. നമ്മൾ 10ാം ക്ലാസ് വിട്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊക്കെയുള്ള അനുഭവം വെച്ചാൽ ക്ലാസ് മുറിയിലെ ആളുകളെ പോലും പരിചയമുണ്ടായിട്ടില്ല. വേണുഗോപാലൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് എൻ്റെ ക്ലാസ്സിലെ. പക്ഷെ അദ്ദേഹത്തെ എവിടെ കാണാനും തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. കല്യാണ വീട്ടിലോ അമ്പലപ്പുറമിലോ ടൗണിലോ എവിടെ കാണാൻ തിരിച്ചറിയാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള ആളുകളെയാണ്. പക്ഷേ ഈ 36 വർഷത്തെ കണ്ടുമുട്ടിയപ്പോൾ വീണ്ടും ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതാണ് ഈ കൂട്ടായ്മയുടെ പുതിയത്. ചില എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ ചേർന്നതെല്ലാം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തുകയുണ്ടായി.
2024 ജനുവരി 7 പാനൂർ ഹൈസ്കൂളിൽ വെച്ച് PHS SSC 87 ബാച്ചിന്റെ ആദ്യ സംഗമം ശ്രീ KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുനാഥന്മാരെ ആദരിച്ച പ്രൗഢഗംഭീരമായ ചടങ്ങിന് മുത്തുക്കുടയും ചെണ്ടുമേളവും കേട്ടി ഗ്രൂപ്പിലെ അംഗങ്ങളുടെ വ്യത്യസ്തമായ കലാപരിപാടികൾ സംഗമത്തിനെ മറക്കാനാവാത്ത അനുഭവമാക്കി മാറ്റി. 2024 ഫെബ്രുവരി 4 UK വെച്ച് ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം വരവ് ചെലവ് കണക്ക് അംഗീകരിച്ചു. 4,20,504 രൂപ വരവും 3,22,165 രൂപ ചെലവുമായുള്ള കണക്ക് യോഗം അംഗീകരിച്ചു. 2024 മെയ് 23 UK ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ പ്രിയ സഹപാഠി സബിതയുടെ ചികിത്സാ ഫണ്ട് വിജയിപ്പിച്ചതിൽ യോഗം മുഴുവൻ മെമ്പർമാർക്കും നന്ദി രേഖപ്പെടുത്തി. ലഭിച്ച 2,30,000 രൂപ കൈമാറാൻ ഭാരവാഹികളെ ചുമതലപ്പെടുത്തി. സംഗമത്തിന് എത്തിച്ചേരാൻ പറ്റാത്ത അന്യനാടുകളിൽ നിന്ന് എത്തിയവർക്ക് പരസ്പരം കാണാനും സന്തോഷം പങ്കിടാനും ഒരു ജനറൽ ബോഡി യോഗം ഫെബ്രുവരി 25 സുമംഗലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ജനറൽ ബോഡിയിൽ 8,750 രൂപ വരവും 22,790 രൂപ ചെലവുമായി. ചികിത്സാ സഹായം മെയ് 24 സമിതിയുടെ വീട്ടിൽ വെച്ച് കൈമാറി. ഓരോ ക്ലാസ്സിൽ നിന്നും പിരിഞ്ഞു കിട്ടിയ തുക A 10,700, B 12,100, C 9,500, D 13,000, E 9,500, F 7,000, G 31,200, H 13,000, I 31,000, J 500, K 11,500, L 10,000, M 10,000, N 500, O 7,000, P 12,000, Q 41,500, ആകെ 2,30,000. 1 വർഷത്തിന് ശേഷം നമ്മൾ ഒത്തുചേരുമ്പോൾ 51-ാമത്തെ വയസ്സിലെ 36 വർഷത്തിന് ശേഷം നമ്മൾ ആദ്യമായി ഒത്തുചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യക്തിപരമായ ഒരുപാട് സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ ആ പരിപാടി എത്തിച്ചേർന്നത്. പക്ഷേ 2023 ജൂൺ 15 എന്ന തീയതി നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ 87 നമ്മുടെ സ്കൂളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ശേഷം നമുക്ക് ഒന്നായിട്ട് ആഘോഷിക്കാനും നമുക്ക് ഒന്നായിട്ട് ചേരാനും ഉള്ള ഒരു നല്ലൊരു തുടക്കം നമ്മുടെ പ്രിയപ്പെട്ട സുനലിൻ്റെയും രാമചന്ദ്രൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടന്നു. ആ ദിവസമാണ് നമ്മുടെ സഹപാഠികൾക്ക് രണ്ടാം ഘട്ടത്തിലുള്ള നമുക്ക് ആഘോഷത്തിൽ തുറന്നു കുറിക്കാനുള്ള ഒരു ദിവസമായി മാറിയത്. അതിൻ്റെ രണ്ടാം സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ആശ്വാസ തീരത്തെ എവിടം വരെയും കൊണ്ടുപോകാൻ സാധിക്കുമോ അവിടം വരെയും എത്തിക്കാൻ നമുക്ക് സാധിക്കും. നമ്മളിതിൽ നന്ദി പറയേണ്ടത് ഈ ഗ്രൂപ്പ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഒരു പോറലുമേൽക്കാതെ മുന്നോട്ടേക്ക് തന്നെ പോകണേ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മനസ്സാണ് നമ്മുടെ കരുത്ത്, അവരുടെ ആ ആഗ്രഹമാണ് ഈ ഗ്രൂപ്പിന്റെ കരുത്ത്. ഒരു സെക്രട്ടറിയോ പ്രസിഡന്റോ ഭാരവാഹികളോ ഉണ്ടായാൽ മാത്രം ഒരു ഗ്രൂപ്പിനെ കൊണ്ടുപോകാൻ കഴിയും. ഇത് നിലനിൽക്കണം, ഇതിനൊരു വിഷമം ഉണ്ടാവരുത്, ഇതിനൊരു അസ്വസ്ഥത ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുന്ന ഒരുപാട് കൂട്ടുകാർ നമുക്കിടയിലുണ്ട്. അവരാണ് ഈ ഗ്രൂപ്പിന്റെ അസറ്റ്. തീർച്ചയായും ഒരു വിഷമവും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. പല നിറക്കാരാണ്, പല പ്രത്യയശാസ്ത്രങ്ങൾ മുറുകെ പിടിക്കുന്നവരാണ്, മതങ്ങൾ വേറെയാണ്, വിശ്വാസങ്ങൾ വേറെയാണ്, നമ്മുടെ എല്ലാം സ്വഭാവം വേറെയാണ്, താല്പര്യം വേറെയാണ്. എൻ്റെ ഇഷ്ടം മറ്റുള്ളവരുടെ ഇഷ്ടമാവണം എന്ന് നമ്മൾ വാശി പിടിക്കരുത്. എൻ്റെ ഇഷ്ടം മാത്രമാണ് നല്ലത് എന്ന് നമ്മൾ വാശി പിടിക്കരുത്. എല്ലാവരെയും ഉൾക്കൊള്ളാം, എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഈ ഗ്രൂപ്പിന് സാധിക്കും എന്നാണ് വിചാരിക്കുന്നത്. കാര്യങ്ങൾ പറയാനുള്ള കാര്യം ഇപ്പം നമ്മുടെ മേലയിൽ പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ താഴെ ഇരിക്കുന്നത് നമ്മൾ മേലെ ഇരിക്കുക. അതുകൊണ്ട് നമ്മളെല്ലാം വേഗം തന്നെ താഴേക്ക് ഇറങ്ങി വന്ന് അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ സഹപ്രവർത്തകനായ കുറേ കലാകാരന്മാരുടെ കുറേ കലാപരിപാടികൾ വേദിയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ സമയം 9 മണി മുതൽ ഇപ്പോൾ 11 വരെയിലേക്ക് കടന്നു. ഈ രണ്ടാം സംഗമത്തിന് ഇന്ന് വിദ്യാലയത്തിന്റെ മുറ്റത്തല്ലെങ്കിലും നമ്മൾ ഈ സുമംഗലി ഓഡിറ്റോറിയത്തിൽ എത്തിയത് വളരെ സന്തോഷകരമായ ഒരു നിമിഷം തന്നെയാണിത്. അന്ന്
1987 ബാച്ചിൻ്റെ രണ്ടാം സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ടെൻഷൻ പിടിച്ച ജീവിതത്തിൽ കളിതമാശകൾ പങ്കുവെക്കുവാനും കൊച്ചു കൊച്ചു നർമ്മങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെയാണ് നമ്മുടെ ഗ്രൂപ്പ് കൊണ്ട് സഹായമായിട്ടുണ്ട്. കാലങ്ങൾ കഴിഞ്ഞാലും നമുക്കുള്ളിൽ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഊഷ്മളമായ ഒരു ഓർമ്മ സൃഷ്ടിക്കാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് നമ്മോട് തന്നെ ആശംസ അർപ്പിക്കാം. ഇങ്ങനെ ഒരു സ്നേഹ സദസ്സ് രൂപപ്പെടുത്തിയവർക്കും കഠിനാധ്വാനം ചെയ്ത കൂട്ടുകാർക്കും അനുഗ്രഹിച്ചവർക്കും ഹൃദയം കൊണ്ട് സ്നേഹാശംസകൾ. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഷുഗർ ടെസ്റ്റ്, ബ്ലഡ് പ്രഷർ എന്ന ടെസ്റ്റുകളാണ് ഇവിടെ ചെയ്യുന്നത്. കൂടാതെ മലബാർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ബാക്കിയുള്ള മെഡിക്കൽ കോളേജുകളിൽ നിന്ന് വ്യത്യാസം? നമ്മൾ സൗജന്യമായിട്ട് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്ന ഓരോരുത്തരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. 87 ബാച്ചിൻ്റെ പേര് ഇവിടെ കൂടി എല്ലാവർക്കും ഞാൻ നമ്മുടെ കൂട്ടായ്മയുടെ പേര് നന്ദി അറിയിക്കുന്നു. ആരാധനകളില്ല, ആദരിക്കലില്ല, അനുമോദനങ്ങളില്ല, ഷാരണിക്കുമില്ല, VIP-കളുമില്ല. നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ VIP. സോ യുവർ പ്രസൻസ് ഇസ് വെരി പ്രഷ്യസ്. നിങ്ങളുടെ സാന്നിധ്യമാണ് ഈ സദസ്സിനെ മഹത്തരമാക്കുന്നത്. Thank you.
വന്നു പിറന്നുവല്ലോ വാർമഴവില്ലഴകിൽ പൂക്കളം തീർത്തിടാൻ മലയാളക്കരയാകെ വെമ്പിയല്ലോ നീയാഞ്ചന ശോഭയും കാക്കപ്പൂ കണ്ടപ്പോഴൻ കരിനീലമിയാളെ ഓർത്തുപോയാൻ വിട്ടുതിരിഞ്ഞിടം ചേർന്നു നിൽക്കും ബസ്സിൽ ഇപ്പിടുന്ന ഞാൻ എണ്ണയാൽ വേർപ്പിനാൽ ഒട്ടുന്ന ദേഹങ്ങളുടെ നുഴഞ്ഞേറി ഇത്തിരി വേർപ്പിനാൽ പിന്നിൽ നിന്നും കടന്നു നിൽക്കവേ തൊട്ടടുത്തല്ലിനാരും നീണ്ട വിരത്തുമ്പിനാലിരുത്തായിരമണ്ടുകൾ തോഴിമാർപ്പെഴും പൂമണം നേർത്തോരു കൊണ്ടലാൻ നാം രണ്ടുപേരും ശ്വസിക്കും ഈ വായുവിൽ ഞാനീ പറഞ്ഞ പോലെ നമ്മള് ജീവിതത്തിൽ ഒരുപാട് 53 വർഷത്തിന്റെ അനുഭവ സമ്പത്തിന്റെ ബീച്ചൂടെ അനുഭവ സമ്പത്തിന്റെ ഉലയിൽ ഉരുക്കിയെടുത്ത് പാകപ്പെടുത്തിയെടുത്ത വ്യക്തിത്വമാണ് നമ്മുടെ. എന്തിന് നമുക്ക് ഈ രാഷ്ട്രം, എന്തിന് താല്പര്യം, എന്തിന് അഹന്ത, എന്തിന് അസൂയ, അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത് എവിടെയോ നിക്ഷേപിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. നമ്മുടെ വ്യക്തിത്വം നമ്മൾ ഈ നിലയെത്തിയിരുന്നെന്നാണ്. എത്രയോ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ കടന്നു വന്നു. അതിന് ശേഷമാണ് ഇന്നത്തെ നാമായി തീർന്നില്ല.
ഒരുകോടി Thank you.
പാട്ടും പറന്നോളേ സമ്മതമോ കന്മതമോ കടക്കട്ടിൽ
നീയല്ലാതാരുണ്ടെന്നോട് പ്രണയപ്പുഴയിൽ ചിറകെത്താൻ, നീയല്ലാതാരുണ്ടെന്നോട് കുടിയിൽ ഒരു നാൾ കുടിവെക്കാൻ. ഞാൻ വളർത്തിയ കൽവികൾ മോഹം പോത്തുപോലെ വളർന്നല്ലോ, ഞാൻ കാത്തു കാത്തു കുഴഞ്ഞല്ലോ. സപ്പോർട്ട് ചെയ്ത സ്ഥാപനങ്ങൾ, സഹീഷിന്റെ ഓഡിറ്റോറിയം, മറ്റ് സൗകര്യങ്ങളൊക്കെ ആളുകൾക്കും, ആരെയും മുഴുവൻ ആളുകൾക്കും ആ ഗ്രൂപ്പിന്റെ പേരിൽ നന്ദി ഒത്തുചേരണം.